Okay, so welcome back to the next session. ഇത് ചിലപ്പോൾ എന്താ പറയുക 50 യൂണിറ്റിൻ്റെ ചിലപ്പോൾ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. 1 മണിക്കൂറാണ് ഇതിൻ്റെ സെഷൻ എന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറിൽ തീർന്നെങ്കിൽ അടുത്തൊരു സെഷൻ കൂടി ഞാൻ തരാം. ഓക്കെ, സോ അടുത്താണ് മെഷീൻ ലേണിങ്ങിൻ്റെ 2 ടൈപ്പ് ലേണിംഗ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. കഴിഞ്ഞ 2 ക്ലാസ് ആയിട്ട് പറയാൻ തുടങ്ങിയതായിരുന്നു. അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലെ കുറേ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, കുറേ കാറ്റഗറി ക്ലാസിഫിക്കേഷൻ, പിന്നെ എന്തായിരുന്നു റിഗ്രഷൻ, അങ്ങനെ. അതിലെ ക്ലാസിഫിക്കേഷനിലെ ഒരു പ്രോബ്ലമാണ്, അതായത് കുറേ അൽഗോരിതം ഉണ്ട്. നിങ്ങൾക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അറിയല്ലോ, സൂപ്പർവൈസർ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും. ഓരോ ടീച്ചേഴ്സും ഓരോ സബ്ജക്റ്റ് എടുക്കും. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഇല്ലേ, അപ്പൊ അതുപോലെ സൂപ്പർവൈസ്ഡ് ലേണിംഗിന് ഇഷ്ടം പോലെ അൽഗോരിതം ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അൽഗോരിതമാണ് ഈ ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. ക്ലാസിഫിക്കേഷൻ റിഗ്രഷൻ ഉണ്ട്, ആ ക്ലാസിഫിക്കേഷനിലെ മെയിൻ ആയിട്ടാണ് ഈ അൽഗോരിതം. But decision tree is a supervised learning technique that can be used for both classification and regression problem. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനും റിഗ്രഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനും decision tree ഉപയോഗിക്കുന്നത്. പക്ഷെ മോസ്റ്റ്ലി പ്രിഫറൻസ് ആർക്കാണ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്. അപ്പോൾ ഇതിൽ ഒന്നുമില്ല, നമുക്കറിയാം, നമ്മൾ ബൈനറി സെർച്ച് ട്രീ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബൈനറി ട്രീ എന്താണ് പഠിച്ചത് ഒക്കെ നിങ്ങൾ അറിയാം. അതേപോലെയാണ് ഇത് ഡിസിഷൻ ട്രീയിൽ ഇതേപോലെ ബൈനറി ട്രീ ആണ്. പക്ഷേ ആ ഓരോ നോഡ് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയണം. There are 2 nodes. ആ നമ്മൾ മെയിനായിട്ട് ബൈനറി ട്രീയിൽ കുറേ ട്രീ ഉണ്ടല്ലോ, പാരന്റ് നോഡ് പറയും, പിന്നെ ഇന്റർ നോഡ് പറയും, ലീഫ് നോഡ് പറയും. ഇതേപോലെ ഡിസിഷൻ ട്രീയിൽ ഓൺലി 2 നോഡ്സ് ഉള്ളൂ. ഒന്ന് ഡിസിഷൻ നോഡ് പറയും, മറ്റേത് ലീഫ് നോഡ് പറയും. ഡിസിഷൻ നോഡ് പറഞ്ഞാൽ മേക്ക് എനി ഡിസിഷൻ. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി, അപ്പൊ നമ്മൾ ഇങ്ങനെ പോയി ഒരു വഴിയിലെത്തി. ഇനി നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് ഈ വഴിക്ക് പോകണോ ആ വഴിക്ക് പോകണോ. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുമോ, അല്ല ആ വഴിക്ക് പോയി അച്ചീവ് ചെയ്യുമോ. വീണ്ടും നമ്മൾ അവിടുന്ന് എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഡിസിഷൻ നോഡ്. അവസാനം ലീപ്പ് നോഡ് പറഞ്ഞാൽ നമ്മുടെ ഡിസിഷന്റെ ഫലം. നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു, അതിൽ നിന്ന് നമുക്കൊരു ടാർഗറ്റ് കിട്ടി, അതായത് നമ്മുടെ ടാർഗറ്റ് എത്തി, വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഇതിൽ ഡിസിഷൻ ട്രീയിലെ ഇൻപുട്ട് എന്താണ്? നമ്മുടെ ബൈനറി സെർച്ച് ട്രീയിലെ ഇൻപുട്ട് എന്താണ്? നമ്പേഴ്സ് ഒക്കെ അല്ലേ, ഇൻ ഓർഡർ ട്രാവൽസൽ, പോസ്റ്റ് ഓർഡർ ട്രാവൽസൽ, പ്രീ ഓർഡർ ട്രാവൽസൽ. അതുപോലെ ഡിസിഷൻ ട്രീയിൽ എന്താണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്? ഡിസിഷൻ അല്ലെ. എന്ത് ഡിസിഷൻ എടുക്കണം? നമ്മൾ തന്നിരിക്കുന്ന നമ്മളുടെ കയ്യിൽ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട് അല്ലെ. നമ്മളുടെ ആസ്പത്രിയെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള നമ്മളുള്ള ഡേറ്റ സെറ്റ് ഉണ്ട്. എത്ര പേഷ്യൻസ് ഉണ്ട്, എത്ര പേഷ്യൻസ് റിക്കവർ ആയിട്ടുണ്ട്, എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, എത്ര ഡോക്ടേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഡേറ്റ സെറ്റ് ഉണ്ടാവും. ആ ഡേറ്റ സെറ്റിലുള്ള ബേസിക് ഫീച്ചേഴ്സിനെ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ഓൾ ദ പോസിബിൾ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഡിസിഷൻ. അപ്പോൾ ഒരു ഗിവൺ കണ്ടീഷനിൽ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം, ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ കൊറോണ വന്നു. ഇതുവരെ 2023 വരെ നമ്മൾ കൊറോണ എന്താണെന്ന് പോലും അറിയില്ല. മാസ്ക് എന്തിനാണെന്ന് അറിയാം, നമുക്ക് ഡോക്ടേഴ്സ് പണ്ടുതൊട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ മാസ്ക് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വാക്സിൻ എടുത്തത്? ഇതൊക്കെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി, അല്ലെ, ഡിസിഷനിലൂടെയാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കോൾഡ് എ ഡിസിഷൻ ട്രീ. ഇതൊരു ഡിസിഷൻ ട്രീ ആണ് എന്ന് പറയാൻ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് റൂട്ട് നോഡ്. പിന്നെ അവിടുന്ന് തന്നെ ഓരോ ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ്. അത് ട്രീയുടെ സ്ട്രക്ചർ പോലെ. ഇൻ ഓർഡർ ടു ബിൽഡ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതായത് റൂട്ട് നോഡ് എന്താണെന്ന് അറിയണ്ടേ, അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിനെ കാർട്ട് അൽഗോരിതം പറയും. ഒന്നുമില്ല, കാർട്ടിന് ഫുൾ ഫോം എന്ന് C for classification, A for and, R for regression, T for tree. ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ട്രീ. ഇതൊരു അൽഗോരിതം ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ നിറയെ അൽഗോരിതം ഉണ്ട്. നിങ്ങൾ പറയും, സാർ ബൈനറി സെർച്ച് ട്രീ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് ബൈനറി സെർച്ച് ട്രീ എന്ന? റൂട്ട് നോഡിനെക്കാളും ചെറിയ വാല്യൂ ആയിരിക്കണം ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകും, റൂട്ട് നോഡിനെക്കാളും ഗ്രേറ്റർ വാല്യൂ ആണ് എന്ത്, റൈറ്റ് സൈഡിൽ അല്ലെ. നമ്മൾ ട്രീയിൽ എങ്ങനെ വരച്ചത്? ഓക്കെ, സോ അത് ഡിസിഷൻ സിംപ്ലി ആസ്ക് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ആൻസർ. അപ്പൊ ഇവിടെ എന്താണ് ഡിസിഷൻ ട്രീ നിനക്ക് പറ്റുമോ ഇല്ലയോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. If we further this split into subtrees, okay.
ഓക്കെ, വീണ്ടും നമുക്ക് സബ് ട്രീസിനെ സ്പ്ലിറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ ഇതാണ് എക്സാമ്പിൾ കേട്ടോ. നമ്മള് ഡിസിഷൻ ട്രീ, ഡിസിഷൻ നോഡാണ് ഞാൻ പച്ച കളർ ഡിസിഷൻ നോഡാണ്. അപ്പൊ ഇതൊരു സബ് ട്രീ ആണ് അല്ലെ. ഇപ്പൊ ഈ ഡിസിഷൻ നോഡ് എത്ര ഉണ്ട്? 2 പാർട്ട് ഉണ്ട്. ഇതൊരു സബ് ട്രീ ആണ്, ഇതും അതിനകത്ത് സബ് ട്രീ ആണ്. വീണ്ടും എന്താണ് ഇന്റേണൽ നോട്ട്സ് ഒക്കെ എന്തായിരിക്കും? അതായത് ഇന്റേണൽ നോട്ട്സ് പറഞ്ഞാൽ അതിന് വീണ്ടും ഒരു ചൈൽഡ് ജനറേറ്റ് ചെയ്യും. അതിനെന്താണ് ഡിസിഷൻ നോഡ് പറയും. ഏത് നോഡാണോ അതിന് ചൈൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് ആ നോഡാണ് എന്ത്? ലീഫ് നോഡ്. നമ്മുടെ ബൈനറി സെർച്ച് ട്രീ അറിയാലോ, നോഡ് എന്താണെന്ന് അറിയാലോ. അത് നിങ്ങൾക്ക് അത് പറയേണ്ട മോർ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. 44 പേർക്കും അറിയാം. ഓക്കെ, നമ്മൾ അത്ര ഡീറ്റെയിൽ വേണം, കാരണം പ്രോബ്ലംസ് വരാൻ പോകണം. അപ്പോൾ വൈ യൂസ് ഡിസിഷൻ ട്രീസ്? അപ്പോൾ ഡിസിഷൻ ട്രീസ് എന്തിനാണ്? ഒരു മിനിറ്റ്. സോ ഇനി അടുത്ത് നമ്മൾ വൈ യൂസ് ഡിസിഷൻ ട്രീസ്. കുറച്ച് കോൾ വന്നതുകൊണ്ടാണ്, സോറി കേട്ടോ. എനിക്ക് വീണ്ടും ഇത് ഒന്നുകൂടി ക്ലാസ് എടുക്കേണ്ടതായിട്ട് ഞാൻ വീണ്ടും പോസ് ചെയ്തത്, അത് അൺമ്യൂട്ട് ചെയ്ത് വെച്ചത്, സോറി അൺമ്യൂട്ട് ചെയ്ത് വെച്ചത്. വൈ യൂസ് ഡിസിഷൻ ട്രീസ്? എന്തിനാണ് ഡിസിഷൻ ട്രീസ് യൂസ് ചെയ്യുന്നത്? ഡിസിഷൻ ട്രീസ് യൂഷ്വലി മിമിക് ഹ്യൂമൻ തിങ്കിങ് എബിലിറ്റി വൈ മേക്കിംഗ് എ ഡിസിഷൻ ചോയ്സ്. അതായത് ട്രയൽ ആൻഡ് എറർ. ഹ്യൂമൻ തിങ്കിങ് എങ്ങനെ, മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ കഴിവ് ഡിസിഷൻ ട്രീയിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ മനുഷ്യനെ ഇപ്പൊ നമുക്കറിയാലോ, എന്താ പറയാ, മനുഷ്യന് ഇപ്പോ ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കേസിൽ തന്നെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, ഇപ്പൊ കൊറോണ വന്നപ്പോ എത്ര പേര് ഫേസ് ചെയ്തു, എത്ര പേര് നമ്മള് എന്താ പറയാ സ്വീകരിച്ചു അല്ലെ, അക്സെപ്റ്റ് ചെയ്തു. കുറെ പേര് അതിനെ ഫേസ് ചെയ്തു, കുറെ പേര് അതിനെ എങ്ങനെയും ഇതിനെ ഈ ഒരു ഡിസീസിനെ ഇല്ലാതാക്കണം. അങ്ങനെ എത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. അപ്പൊ അതുപോലെ ആയിരിക്കണം ഡിസിഷൻ ട്രീ ചിന്തിച്ചത്. The logic behind the decision tree can be easily understood. It shows that the tree structure ആയിരുന്നു. നമുക്ക് ഇനി ഡിസിഷൻ ട്രീ പഠിക്കുന്ന മുമ്പ് നമുക്ക് കുറച്ച് ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് അറിയാം. റൂട്ട് നോഡ്. റൂട്ട് നോഡ് പറഞ്ഞാൽ ഡിസിഷൻ ട്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് റൂട്ടാണ്. ആ റൂട്ട് നോഡിലാണ് എൻ്റെ നമ്മുടെ കയ്യിൽ ഇപ്പോ ഞാൻ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ കാര്യം, ഒരു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞ് ജനിച്ച് 1ാം ക്ലാസ് എത്തി. അതാണ് ഒരു എൻ്റെ ഡേറ്റ സെറ്റ് പറയും അല്ലെ. ആ എൻ്റെ ഡേറ്റ സെറ്റിൽ അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് അയാള് 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 5ാം ക്ലാസ്, അങ്ങനെ 10ാം ക്ലാസ്. പിന്നെ അവിടുന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അത് വിടും. പ്ലസ് ടു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിറയെ ഡേറ്റ സെറ്റ്. നമുക്ക് നേവി പോണോ, എന്താ പറയാ IAF പോണോ, കാരണം 17 വയസ്സിലാണല്ലോ എല്ലാത്തിനും ഒരു ഓപ്ഷൻ അല്ലെ. 10ാം ക്ലാസ് കഴിഞ്ഞ പോളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ എൻ്റെ ഡേറ്റ സെറ്റ് ആഡ് ചെയ്യലാണ് റൂട്ട് നോഡ്. അവിടുന്നാണ്
അതിനെ ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ചെയ്യുന്നത്. ലീഫ് നോഡ് എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ലീഫ് നോട്ട്സ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ. പിന്നെ അവിടെ നിന്ന് ഡിവൈഡ് ചെയ്യും. നമുക്കിപ്പോ നോക്കൂ, മനുഷ്യന്റെ ജന്മം നോക്കൂ, നമ്മൾ ലീഫ് നോട്ട് നമ്മുടെ ഒരു ടാർഗറ്റ് എത്തി. ഇപ്പൊ ജോലി, ഇപ്പൊ നമ്മൾ എന്തിനാണ് വീട്ടിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇനി നിങ്ങൾ വീണ്ടും പഠിക്കുന്ന ആഗ്രഹം, വീണ്ടും എന്താ പറയാ, ഇതിനേക്കാൾ നല്ല സോഫ്റ്റ്വെയർ. എന്റെ കൂടെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ എന്താണ് ബിടെക്കോടുകൂടി നിർത്തി. അപ്പൊ അതാണ് ഫൈനൽ പഠിത്തം. അപ്പൊ അതോടുകൂടി എന്താ അവരുടെ ഡീപ് നോളജ്. ഇപ്പൊ എനിക്ക് ഇനി വീണ്ടും പഠിക്കും, PhD പഠിക്കുമ്പോൾ ഇനിയും എന്റെ ഡീപ് നോഡ് ആയിട്ടില്ല. സോ അതുപോലെ സ്പ്ലിറ്റിംഗ് വരുന്ന പ്രോസസ് ഓഫ് ഡിവൈഡ് ദ ഡിസിഷൻ നോഡ് റൂട്ട് നോഡ് ഇൻടു സബ് നോഡ്സ് അക്കോർഡിംഗ് ടു ദി ഗിവൺ കണ്ടീഷൻസ്. ബ്രാഞ്ച് ഓർ സബ് ട്രീ, എ ട്രീ ഫോംഡ് ബൈ സ്പ്ലിറ്റിംഗ്. സബ് ട്രീ എന്താണെന്ന് നമുക്ക് ഓൾറെഡി തോന്നും. പ്രൂണിങ്, ഇതില് പ്രൂണിങ് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ബ്രാഞ്ചസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണെന്ന് പറയുന്നത്. ട്രീ എന്നും അൺവാണ്ടഡ് ബ്രാഞ്ചസ്, അതായത് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുന്നില്ല, വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അൺവാണ്ടഡ് ബ്രാഞ്ചസ്. ഫൈനൽ നോഡിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ടാർഗറ്റ് വളരെ സിമ്പിൾ വേയിലേക്ക് പോകണമെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യാതെ അൺനെസറി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇനി പാരന്റ് നോഡ് എന്താണെന്ന് ചൈൽഡ് നോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. റൂട്ട് നോഡ് ആണ് പാരന്റ് നോഡ്. ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഇവിടെ അത് നോട്ട്സാ ചൈൽഡ് നോട്ട്സാ പറയുന്നു, ശരിയാണല്ലോ. റൂട്ടിന്റെ സബ് ചൈൽഡ് ആണല്ലോ ഈ രണ്ട് സബ് ട്രീസ്. അപ്പൊ അതൊരു ചൈൽഡ് അല്ലേ. അപ്പൊ റൂട്ട് നോഡിനെയാണ് നടത്തുന്നത്. കാരണം അതിന്റെ പാരന്റ് ഉണ്ടോ? ഇല്ലല്ലോ. റൂട്ട് നോഡിലെ പാരന്റ്, ബാക്കി എല്ലാ നോട്ട്സും ചൈൽഡ് നോട്ട്സ്. അത് കറക്റ്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡിസിഷൻ ട്രീ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്? അപ്പൊ ആദ്യം നമുക്ക് റൂട്ട് നോഡിനെ, ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ആവുമ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൽഗോരിതം വായിക്കാം. കാരണം ഈ അൽഗോരിതത്തിലൂടെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഹലോ സോ നമ്മളിപ്പോ റൂട്ട് നോഡിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം കംപ്ലീറ്റ് ഡാറ്റ സെറ്റ് നമ്മുടെ കയ്യിൽ. ഇത് നമ്മൾ എന്ത് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ബ്രാഞ്ച് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതായത് രണ്ടായിട്ട് ഡിവൈഡ്, ഒന്ന് ലെഫ്റ്റ് ബ്രാഞ്ച്, ഒന്ന് റൈറ്റ് ബ്രാഞ്ച്. എന്നിട്ട് നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ലെഫ്റ്റ് ബ്രാഞ്ചിൽ നിന്ന് ബെസ്റ്റ് ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇതിൽ നമ്മൾ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പോകണോ, അല്ല ആർട്സ് പഠിക്കണോ, അല്ല സയൻസ് പഠിക്കണോ, അല്ല വേറെ എന്തെങ്കിലും പഠിക്കണോ? അപ്പോ നമ്മളെ ഇഷ്ടമില്ല, അതിൽ ബെസ്റ്റ് സെലക്ട് ചെയ്യാം. പോസിബിൾ ബാലൻസിന് ബെസ്റ്റ് ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ. നമ്മളിപ്പോ റൈറ്റ് സൈഡിൽ 18 വയസ്സായി, നമുക്ക് വോട്ട് ചെയ്യാം. അപ്പൊ 18 വയസ്സായില്ലേ. ഇനി നമ്മൾ ഈ സൈഡ് ചിന്തിക്കുക, ഡിഗ്രി പഠിച്ചു, വീണ്ടും ആ ഡിഗ്രിന് വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. ഡിഗ്രി പഠിച്ചു, ഇനി നമുക്ക് PG പഠിക്കണോ, ലെഫ്റ്റ് സൈഡ്. PGക്കും 4 ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ജോലി കിട്ടി, നമ്മൾ പ്രതീക്ഷിച്ച ജോലി കിട്ടി. ഇനി ജോലി കിട്ടി കഴിഞ്ഞാൽ പോരാ, വീണ്ടും എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. മാരി ചെയ്യണോ, ലവ് മാരേജ് ചെയ്യണോ, അറേഞ്ച് മാരേജ് ചെയ്യണോ? സോ അതാണ് ഇവിടെ തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ഫോർത്ത് ദി, അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്ത് ബെസ്റ്റ് ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യും. ബെസ്റ്റ് ഓപ്ഷൻ ആ ഡാറ്റ സെറ്റ് നിറയെ, ഒരു 10 ഡാറ്റ സെറ്റിൽ ഒരു ഡാറ്റ സെറ്റ് എന്തായിരിക്കും ബെസ്റ്റ് ഡാറ്റ സെറ്റ് ചെയ്യും. അതാണ് സെലക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് നിറയെ ഓപ്ഷൻ ഉണ്ട്, നിറയെ ഓപ്ഷൻസ് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ബ്രാഞ്ചേ വരാം, ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ്. അല്ലെ, സബ് ബ്രാഞ്ചസ് തന്നെയാണ്. പക്ഷെ സബ് ബ്രാഞ്ചസിൽ എന്താണ്, ഒന്നിനും ലെഫ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റൈറ്റ് ഉണ്ടാവും. വീണ്ടും എന്താ പറയാ, നമ്മള് ബൈനട്രി അല്ലാതെ വേറെ ട്രീ വരാൻ പാടില്ല. മനസ്സിലായല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, സ്റ്റെപ്പ് 5 റിക്കേഴ്സിവ്ലി മേക്ക് ന്യൂ ഡിസിഷൻ ട്രീസ്. എന്നാ വീണ്ടും ആ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടാക്കി വീണ്ടും അതിന് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും റിക്കേഴ്സിവ്ലി കോൾ ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുക, പുതിയ ഡിസിഷൻ ട്രീനെ സെലക്ട് ചെയ്യുക. അങ്ങനെ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ തന്നിട്ട്, ഒരു കാൻഡിഡേറ്റ് ഉണ്ട്, അയാൾക്ക് ഒരു ജോബ് ഓഫർ വന്നു. ഓക്കെ, സാലറിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ ആ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യണോ ഡിക്ലൈൻ ചെയ്യണം, അതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം.
അപ്പൊ നമ്മുടെ റൂട്ട് നോഡിൽ നിന്ന് അയാളുടെ സാലറി പറഞ്ഞത് അയാൾക്ക് $5,000 to $8,000 സാലറിയാണ് പറഞ്ഞത്. അയാൾ നോക്കും ഓഫീസിന്റെ അടുത്താണോ ആ സ്ഥാപനം. ഇപ്പൊ എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട്, ആ നല്ല സാലറിയാണ്. ആ സ്ഥാപനം നോക്കും, എന്റെ വീടിന് അടുത്താണോ, ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അല്ല, പറ്റില്ല, ഞാൻ ഡിക്ലൈൻ ചെയ്യും. ഇനി ഓഫീസിന് അടുത്താണ്, ഇനി ഞാൻ ചോദിക്കുന്നു, നിങ്ങള് ഞാനൊരു PhD ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രിൻസിപ്പളിനൊക്കെ അറിയില്ലേ, ഒരു വണ്ടി നമ്മൾ കോളേജിൽ കൊടുത്തില്ലേ, അതൊരു ക്യാബ് ഫെസിലിറ്റി ഉണ്ടോ, അന്ന് ഞാൻ വരാം. നീ വേണ്ട, ഞാൻ ഡിക്ലൈൻ ചെയ്യും. ക്യാബ് ഫെസിലിറ്റി കിട്ടി, ഓക്കെ അക്സെപ്റ്റഡ്. ഇത്രേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബെസ്റ്റ് ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഡിസിഷൻ ട്രീയിൽ നിറയെ ഹോൾ ഡേറ്റ സെറ്റ് ഉണ്ട്. ആ ഡേറ്റ സെറ്റിനെ മൊത്തം രണ്ടായി ഡിവൈഡ് ചെയ്തു. ആ വീണ്ടും ഡേറ്റ സെറ്റിനെ ബെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ അതിന് 2 അൽഗോരിതം ഉണ്ട്. അൽഗോരിതം എന്ന് പറയുന്നില്ല, ഒരു 2 മെഷർമെന്റ് യൂണിറ്റ്. ഒന്ന് ഇൻഫർമേഷൻ ഗെയിനും ഒന്ന് ജിനി ഇൻഡെക്സും. ഇത് അത്ര വലിയ പ്രോബ്ലത്തിൽ ചോദിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ഇൻഫർമേഷൻ ഗെയിൻ ഇതിന്റെ ഫോർമുല എന്തായാലും പഠിക്കണം. ഇൻഫർമേഷൻ ഗെയിൻ അറിയുന്നത് എൻട്രോപ്പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതിന്റെ ഫോർമുല പഠിക്കണം. ഫോർമുല ഒന്നുമില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഫോർമുല കാണപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ എൻട്രോപ്പി ആഫ്റ്റർ സെഗ്മെന്റേഷൻ ഡാറ്റ സെറ്റ്. അപ്പോൾ ഡാറ്റ സെറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ, 2 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അതിൽ നിന്നും ഉണ്ടാകുന്ന മാറ്റം. ഇപ്പൊ ഞാനൊരു ഡാറ്റ സെറ്റിനെ സെലക്ട് ചെയ്തപ്പോൾ അത് ചെറുതായോ അല്ല വീണ്ടും എന്താ പറയുക കൺഫ്യൂഷൻ ആയോ. ഒരു ഡാറ്റ സെറ്റ് നമുക്ക് കിട്ടി അല്ലെ, നമ്മളിപ്പോ ഒരു സാധനം കിട്ടി, 2 കട്ട് ചെയ്യണം. കട്ട് ചെയ്തപ്പോഴും നോക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പൊ അതികൾ കട്ട് ചെയ്യാതിരിക്കും നല്ലത്. അപ്പൊ ആ ഒരു ചേഞ്ചസ്, അതായത് എൻട്രോപ്പിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് എന്ത് ഇൻഫർമേഷൻ. അതായത് ഹൗ മച്ച് ഇൻഫർമേഷൻ ടീച്ചർ പ്രൊവൈഡ്സ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു സാധനം ഇപ്പൊ എന്ത് കിട്ടി കഴിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിനെന്ത് ചെയ്യും, തുറന്നു അല്ലെ, അപ്പോഴല്ലേ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ. ഇൻഫർമേഷൻ ഗെയിൻ അതാണ്, ഇൻഫർമേഷനെ ഗെയിൻ ചെയ്യാം. ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുന്നതാണ് we have to split the node and build the decision tree. And decision tree algorithm always tries to maximize the values. എപ്പോഴും ഇൻഫർമേഷൻ ഗെയിനെ മാക്സിമൈസ് ചെയ്യാൻ, ഇൻഫർമേഷൻ ഗെയിനെ എപ്പോഴും ബെസ്റ്റ് വാല്യൂ, അപ്പൊ ബെസ്റ്റ് ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഇൻഫർമേഷൻ ഗെയിനിന്റെ വാല്യൂ എന്തായിരിക്കും, ഹയർ വാല്യൂ ആയിരിക്കും ബെസ്റ്റ് ആട്രിബ്യൂട്ട്. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഒരു ബെസ്റ്റ് ആട്രിബ്യൂട്ട് കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതിൽ ബെസ്റ്റ് ആണെന്ന് സെലക്ട് ചെയ്യാൻ ഇൻഫർമേഷൻ ഗെയിനിന്റെ വാല്യൂ നോക്കാം. അത് ഏതാണോ, ഒരു 5 ഇൻഫർമേഷൻ ഗെയിൻ കാണും. പക്ഷെ ഇപ്പൊ ബൈനറി ട്രീ ഒക്കെ ആയതുകൊണ്ട് 2 ആട്രിബ്യൂട്ട്സ് തരും. പക്ഷെ ചില സമയത്ത് നിങ്ങൾ എക്സാമിന് 4-5 ആട്രിബ്യൂട്ട്സ് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ ഇൻഫർമേഷൻ ഗെയിൻ കാണണം. അതിൽ നിന്നും ചൂസ് ദ ഹയസ്റ്റ് വാല്യൂ. അതാണ് ബെസ്റ്റ് ആട്രിബ്യൂട്ട്. അപ്പൊ അത് കാണാനുള്ള ഫോർമുലയാണ് എൻട്രോപ്പി. ആ എൻട്രോപ്പി എന്താണെന്ന് നെക്സ്റ്റ് ആയിട്ട് പറയും. എന്നിട്ട് വെയ്റ്റഡ് ആവറേജ് ഇൻറ്റു എൻട്രോപ്പി ഓഫ് ഈച്ച് ഫീച്ചർ. അതൊക്കെ ഞാൻ പ്രോബ്ലം എഴുതുമ്പോൾ പറഞ്ഞുതരാം. ഇതെന്താണെന്ന് ഫോർമുല ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് എൻട്രോപ്പി? എൻട്രോപ്പി പറഞ്ഞാൽ മെഷർ ദി ഇൻപ്യൂരിറ്റി ഇൻ എ ഗിവൻ ആറ്റം. അതായത് അതിന്റെ ഒരു അശുദ്ധത എന്തൊക്കെയുണ്ട്. നമ്മൾ ആ ഒരു ആട്രിബ്യൂട്ട് നമ്മളുണ്ട്. നമ്മളിപ്പോ ഒരു നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ഡ്രസ്സ് ഉണ്ട്. ഈ ഡ്രസ്സ് ഇപ്പോ കുറെ ദിവസമായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് ചളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊക്കെ എത്രത്തോളം ചളി ഉണ്ടെന്ന് അറിയുന്നതാണ് നമ്മൾ ഞാൻ അലക്കി നോക്കിയാലേ അതിനറിയുള്ളൂ അല്ലെ, എത്രത്തോളം ഡസ്റ്റ് ഉണ്ട്. അപ്പോൾ എക്സ്പ്രസ് വിത്ത് റാൻഡംനെസ്, ഇതാണ് എൻട്രോപ്പി. ഇവിടെ അതാണ് പറയുന്നത്. എൻട്രോപ്പി കഴിഞ്ഞാൽ മെഷർ ദി ഇൻപ്യൂരിറ്റി, എത്രത്തോളം അതിൽ അശുദ്ധത ഉണ്ട്. നമ്മൾ പറയില്ലേ, ഇപ്പോ നമ്മളൊരു ഓർണമെന്റ്സ് വാങ്ങുന്നു, ആ ഗോൾഡിൽ പറയും എന്താണ്, ഇത്ര 22 ക്യാരറ്റ് ഗോൾഡ് പറയും. അപ്പൊ അതിന്റെ അർത്ഥം 100% ഗോൾഡ് ആണോ? അത് നിങ്ങൾ അത് മനസ്സിലാക്കണം. 100% ഗോൾഡ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതില് 100% ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്നിങ്ങനെ അത്രയും കാശ് കൊടുക്കേണ്ടി വരും. അതിലൊരു 2% കുറവുണ്ടാവും. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. ആ 2% ആണെന്ന് ഈ എൻട്രോപ്പി. അപ്പൊ എൻട്രോപ്പി ഇവിടെ പി ഓഫ് എസ് ലോഗ് ബേസ് ടു കാണാം. ഈ ലോഗ് ബേസ് ടു കാണാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പി ഓഫ് ഇതില് എസ് പറയുന്ന മൊത്തത്തിലുള്ള സാമ്പിൾസ്, നമ്മുടെ ഇത്ര സാമ്പിൾസ് ഉണ്ട്, അതൊന്നും നമ്മൾ ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് പി എഫ് എസ് പ്രോബിലിറ്റി ബേസ്. പി എഫ് എസ് പി പറഞ്ഞാൽ പ്രോബിലിറ്റി. ഓക്കെ, ഇത് എൻട്രോപ്പിയുടെ ഫോർമുലയൊക്കെ നമ്മൾ പ്രോബ്ലം ഉണ്ടോ കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ജീനി ഇൻഡെക്സ്. ഇത് ശരിക്കും പ്രോബ്ലത്തിലേക്ക് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് പറയാം. ഇതും ഇതേ തന്നെയാണ്. നമ്മൾ എൻട്രോപ്പി മെഷർ ഓഫ് ഇൻപ്യൂരിറ്റി ഓഫ് പ്യൂരിറ്റി ബൈ ക്രിയേറ്റിംഗ് ഡിസ്ട്രിക്ട്.
അപ്പോൾ ഇതില് ലോ ജിനി ഇൻഡെക്സിന്റെ വാല്യൂ ഒരു ആട്രിബ്യൂട്ട്, കുറെ ആട്രിബ്യൂട്ട് ഉണ്ടാവും. അതിൽ ലോ ജിനി ഇൻഡെക്സിന്റെ വാല്യൂ കുറഞ്ഞ വാല്യൂ ഉള്ള ഒരു ആട്രിബ്യൂട്ട് ആണെന്ന് നമ്മളെപ്പോഴും ഷുഡ് ബി പ്രിഫേർഡ് ആസ് ദ കമ്പയർഡ് ടു ദി ഹൈ ജീൻ ഇൻഡെക്സ്. അതായത് നമ്മളിപ്പോൾ ഇതിന് പറയുന്നത് ഏത് ആട്രിബ്യൂട്ട് ആണോ ജീൻ ഇൻഡെക്സിന്റെ വാല്യൂ കുറവുള്ളൂ അതാണ് ഹയർ ജീൻ ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതാണ് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു, ഇത് കാര്യമായിട്ട് നമ്മൾ നോക്കണമില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. 1 മൈനസ് സിഗ്മ, അത് എല്ലാം പ്രോബിലിറ്റി, എല്ലാ ആട്രിബ്യൂട്ടിനും പ്രോബിലിറ്റി കാണാം. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ മീൻ എടുക്കുക. സിഗ്മ എന്താ, മീൻ ആണല്ലോ. എന്നിട്ട് 1 എന്ന് സബ്ട്രാക്ട് ചെയ്യുക. മനസ്സിലായോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ചോദിച്ചാൽ പറ്റും. നിങ്ങൾ കുറെ ദിവസമായി ഒരാളും ഡൗട്ട് ചോദിക്കുന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കണം. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് നിങ്ങളെ എന്താ പറയാ, പരീക്ഷയ്ക്ക് കഴിഞ്ഞ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി ഫോളോയിങ് ഡാറ്റ സെറ്റ്. ഇതാണ് ഡാറ്റ സെറ്റ്, മൊത്തത്തിലുള്ള ഡാറ്റ സെറ്റ്. ഇതിൽ 2 ബൈനറി ഇൻപുട്സ് അല്ലേ, ആൻഡ് 1 ബൈനറി. അപ്പൊ 2 ആകുമ്പോൾ എത്ര എണ്ണം, 2 സ്ക്വയർ 4 ആണോ പറയും. പക്ഷെ അങ്ങനെയല്ല നമ്മളിവിടെ കൺസിഡർ. ഇവിടെ x1 x2 x3 x4 x5 x6. ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ അത് ഇങ്ങനെ 6 ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു 6 സാമ്പിൾ എടുത്തിരിക്കുക. ഇത് മൊത്തത്തിലാണ് ഒരു ഡാറ്റ സെറ്റ്. അതിൽ 2 ആട്രിബ്യൂട്ട്, 6 ഇത് 2 ഡിവൈഡ് ചെയ്തൊന്നും വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 6 മൊത്തത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 6 ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഹലോ കേൾക്കണ്ടോ? ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഈ 6 നോക്കുക. ഇത് 6 സാമ്പിൾസ് ആണ്. അതിൽ 2 ആട്രിബ്യൂട്ട്സ് തന്നതാണ്. അത് നിങ്ങൾ ഇത് നോക്കണ്ടാവില്ല. ആട്രിബ്യൂട്ട്സ് പറഞ്ഞാൽ 2 പ്രോപ്പർട്ടീസ്. ആ ഡാറ്റ സെറ്റിനെ ആ ഒരു എൻ്റെ ഡാറ്റ, ഇപ്പൊ ഒരു ഉദാഹരണം നമ്മൾ പറയുന്നത് നമ്മുടെ കോയിൻസ് എടുക്കുക. 6 പ്രാവശ്യം നമ്മൾ എന്താ പറയാ, നമ്മൾ 6 പ്രാവശ്യം എന്താ പറയാ ടോസ് ചെയ്തതിന്റെ വാല്യൂസ് ആണ് തന്നിട്ടുള്ള ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ആട്രിബ്യൂട്ട് ഹെഡ് വന്നു, അതിന് 2 ഹെഡ് ഉണ്ട്. ഹെഡ് വന്നപ്പോൾ മറ്റേതിൽ എന്താ ടെയിലില്ല. സോ നമ്മൾ അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആ ഒരു സാമ്പിൾ എടുത്തപ്പോൾ 2 ആട്രിബ്യൂട്ട്സ്. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോബ്ലം നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇവിടെ എത്ര സാമ്പിൾസ് ഉണ്ട്, എത്ര ഡാറ്റ സെറ്റ് ഉണ്ട്. 6 വന്നിട്ട് അതിൽ 6 എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. അതിൽ ക്വസ്റ്റ്യൻസ് നോക്കിയോ. ക്വസ്റ്റ്യൻസ് എന്താണ്, യൂസ് ദ ഡിസിഷൻ ട്രീ ലേണിംഗ് അൽഗോരിതം. എന്തുകൊണ്ടാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയത്, എന്താണ് ഡിസിഷൻ ട്രീ, ടു ലേൺ എ ഡിസിഷൻ. അപ്പൊ എന്താണ് ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യണം. അതിനുശേഷം ഈ ഡേറ്റ, ഇത് 6 ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്. ഇതില് ഷോ ദ കമ്പ്യൂട്ടേഷൻ നീഡ്. അപ്പൊ കമ്പ്യൂട്ടേഷൻ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൽ A1 ആണോ A2 ആണോ ബെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? ആട്രിബ്യൂട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയല്ലോ. നമ്മളിത് ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ ഡേറ്റാബേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ അതിൽ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് എനിക്ക് സാലറി ഉണ്ട്, എന്താ പറയാ, നമ്മുടെ എന്താ കോളേജിൽ CEOസിൽ അല്ലെങ്കിൽ എത്രയോ എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ എല്ലാവരും എംപ്ലോയീസിനും സാലറി ഉണ്ടാവുമല്ലോ. ആ സാലറി, പിന്നെ അവര് ഏത് സ്ഥലം, ഇതൊക്കെയാണ് എന്ത് ആട്രിബ്യൂട്ട്സ്. അപ്പൊ ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മള് വേറെ കേസ് നോക്കണേ, നമുക്കിപ്പോ ചിലപ്പോ ഇങ്ങനെയല്ല, A1 A2 അല്ലാതെ A1 A2 A3 A4 ആവുന്നില്ല. അതില് ഇതിലിപ്പോ നോക്കൂ, ന്യൂമറിക്കൽ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഇതിൽ ബൈനറി ആയതുകൊണ്ട് എത്ര വാല്യൂസ് ഉണ്ടാവും, 1ഉം 0 ഉണ്ടാവും. സോ ഈ 1ഉം 0 നമ്മൾ എന്ത് ചെയ്യണം, ഓൺലി 2 വാല്യൂസ് ഉള്ളൂ. അപ്പൊ ഒന്നിനെയും 1 ആയിരിക്കും, അല്ലെങ്കിൽ 0. ഇനി ചിലപ്പോ ചില കേസ്
പരീക്ഷയ്ക്ക് ഇപ്പൊ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ A1 A2 A3 A4 പക്ഷെ 1 0 ആയിട്ടില്ല. ബൈനറി ആട്രിബ്യൂട്ട്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു 5 ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഇന്നത്തെ ഡേ സണ്ണി ഡേ ആയിരിക്കാം, റെയിനി ഡേ ആയിരിക്കാം, മിസ്റ്റി ഡേ വരാം, പിന്നെന്തായിരിക്കാം, അതായത് വിന്റർ സീസൺ ആവാം, പിന്നെന്താ പറയാ, വേറെ എന്താ ക്ലൗഡി ഡേ ആവാം. സോ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലായ്പ്പോഴും സർ എപ്പോഴും രണ്ട് ആക്ട് ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കും. വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. അതിനുശേഷം ഞാനൊരു ഹോംവർക്ക് തരും, അത് നിങ്ങൾ ഗ്രൂപ്പിൽ ചെയ്തിട്ട് എനിക്ക് ആൻസർ അയച്ചു തരണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എൻട്രോപ്പി കാണണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ കഴിഞ്ഞ 3 ടേംസ് പറഞ്ഞു. മെഷർമെന്റ് യൂണിറ്റ് എന്തൊക്കെയാണ്? ഇൻഫർമേഷൻ ഗെയിൻ പറഞ്ഞു, ജീനി ഇൻഡെക്സ് പറഞ്ഞു അല്ലെ. ഇൻഫർമേഷൻ ഗെയിൻ തന്നെയാണ് എന്ത്? ഇതാ എൻട്രോപ്പി. ഈ അതാ ഇൻഫർമേഷൻ ഗെയിനിൽ കണ്ട എൻട്രോപ്പി കാണാനുള്ള ഫോർമുല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഫർമേഷൻ ഗെയിൻ ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രോപ്പി കാണാം. എൻട്രോപ്പി കാണാൻ ഇതാ നോക്കൂ, എൻട്രോപ്പി ഓഫ് എസ് എന്താ? ഹോൾ ഡേറ്റ സെറ്റ്. ഫൈൻഡ് ദ എൻട്രോപ്പി ഓഫ് ഹോൾ ഡേറ്റ സെറ്റ്. ഇതിലിപ്പോ എത്ര കോളംസ് ഉണ്ട്? x1 x2 x3 x4 x5 x6. ഇതില് എത്ര വൺ ഉണ്ട്? നോക്കൂ, ഇതിൽ എത്ര വൺസ് ഉണ്ട്? അതായത് ഔട്ട്പുട്ട് നമ്മൾ നോക്കുക. ഇത് നോക്കരുത്, ആട്രിബ്യൂട്ടിൽ നോക്കരുത്. നമ്മുടെ എൻട്രോപ്പി എപ്പോഴും എന്താണ്? എൻവയറമെന്റ് ആണ്. ഇതിൽ എത്ര വൺ ഉണ്ട്? 3 വൺ ഉണ്ട്. എത്ര 0 ഉണ്ട്? 3. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? 3/6. 1ന്റെ കേസിൽ 3/6, 0ന്റെ കേസിലും 3/6. അപ്പൊ നോക്കൂ, കണ്ട 3/6. ലോഗ് ബേസ് 2 ഇത് കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ പ്രോഗ്രാം എന്നൊരു മോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ലോഗ് 2/2 കാണാൻ പറ്റും. അല്ല, ഇപ്പൊ നിങ്ങളുടെ അതിന്റെ കാൽക്കുലേറ്ററിൽ 10 ആണ് ഉള്ളത്, അൽഗോരിതം ലോഗരിതം 10 ആണെങ്കിൽ ആദ്യം ലോഗ് ടു ദി ബേസ് 10 3/6 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഡിവൈഡ് ബൈ ലോഗ് ബേസ് 10 2. ഇത് നിങ്ങൾ ഒന്ന് കരുതി നല്ലത്. ഈ ഒരു ഫോർമുല ഒന്ന് പഠിച്ചിരിക്കുക നല്ലത്. അപ്പൊ ഇവിടെ നോക്കൂ, 3/6 ഇൻറ്റു ലോഗ് ബേസ് 2 3/6. ഇതൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്യാന്ന് കഴിഞ്ഞാൽ എനിക്ക് സമയം, നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ ലോഗ് ബേസ് 2 3/6 ആണ്. എന്നിട്ട് 3/6നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതേപോലെ ഇവിടെയും കാണുക. ശരിക്കും നിങ്ങൾ ഇത്ര ആലോചിക്കുന്നു, 6 അല്ലെ, 6 സാമ്പിൾസ് പറഞ്ഞത്, അതിൽ 3 എന്താണ് 1, 3 0. അപ്പൊ ഈക്വൽ പ്രോബിലിറ്റി അല്ലേ? 1ഉം 3 വർഷം വരുന്നത് 0 3 അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് പറയാം പ്രോബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പൊ എന്താണ്? എൻട്രോപ്പി 1 ആയിരിക്കും. ഏത് ഇങ്ങനത്തെ ഉള്ള കേസ് 3 1s കണ്ട പി ഓഫ് എസ് പറഞ്ഞാൽ 1ന് കേസും, അതായത് പി ഓഫ് നോ പറഞ്ഞാൽ 0ന്റെ കേസും. മനസ്സിലായോ? മനസ്സിലായി. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഈ ടേബിൾ നോക്കാം. ഒന്ന് നോക്കാം. ഇതില് 1s, കാരണം ബൈനറി ആട്രിബ്യൂട്ട്സ് ആയതുകൊണ്ട് 2 വാല്യൂസ് ഉള്ളൂ, 1 0. ഔട്ട്പുട്ട് മാത്രം ചെക്ക് ചെയ്യുക. ഇതിൽ എത്ര റോസ് ഉണ്ട്? 6 റോസ്. 6 റോസിൽ എത്ര വൺസ് ഉണ്ട്? അതാണ് പി ഓഫ് എസ്. എത്ര നോ ഉണ്ട്? അതാണ് 0. നിങ്ങൾ എപ്പോഴും 1 ആണ് ആദ്യം ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇപ്പോഴും ഞാൻ പറയണത് ആ എസ് എപ്പോഴും എന്തായാലും 1ന്റെ അവിടെ എത്തും. കാരണം ഇനി വരാൻ പോകുന്ന പ്രോബ്ലം ശ്രദ്ധിക്കേണ്ടത് അതാണ്. 3ന്റെ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗെയിൻ കാണണം. എന്താണ്? ഇൻഫർമേഷൻ ഗെയിൻ കാണണം. എസ് ആദ്യം A1. ഏതാണ്? A1. അപ്പൊ നോക്കൂ, A1ല് ഇത് മാത്രം എഴുതിയെടുക്കുക. ഏതാ? ഈ ഒരു കോളം മാത്രം എഴുതുക. ഇത് നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് അതിന്റെ സെക്കൻഡ് കോളം എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് എഴുതുക. അപ്പൊ എന്തായി? 1 1 1 1 0 0 1 1 1 0 1 0 0. അപ്പൊ നോക്കൂ, അപ്പൊ ഇതില് എൻട്രോപ്പി മൈനസ് ഇൻഫർമേഷൻ ഗെയിൻ ഫോർമുല എന്താ? എൻട്രോപ്പി മൈനസ് എസ് ഓഫ് A1 ഈക്വൽ 1 അല്ലെ. A1 1 ഉള്ളത് എന്ന് ഡിവൈഡ് ബൈ ടോട്ടൽ എൻട്രോപ്പി ഓഫ് എൻട്രോപ്പി എസ് ഓഫ് A1. ഇതാണ് ഫോർമുല. ഓക്കെ, അതായത് എൻട്രോപ്പി
ഇതിന്റെ മൊത്തത്തിന്റെ എൻട്രോപ്പി ഹോൾ ഡാറ്റ സെറ്റ് മൈനസ് A1 കണ്ടോ, ഈ ഒരു ടേബിൾ കണ്ടില്ലേ, A1 ഉള്ളത് മാത്രം എടുക്കുക, അതിന്റെ എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ കണ്ടുപിടിക്കാം, അതേ എൻട്രോപ്പി കണ്ടുപിടിക്കാം, എന്നിട്ട് വീണ്ടും സീറോവും അതുപോലെയാണ്. അപ്പൊ എപ്പോഴും എന്തായിരിക്കും, ഞാൻ പറഞ്ഞു എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡിലാണ് വരിക. എന്നിട്ട് അതിന്റെ എൻട്രോപ്പി കാണുക, എന്നിട്ട് A1 0 മാത്രം എടുക്കുക, എന്നിട്ട് ഡിവൈഡ് ബൈ ഈ ഹോൾ ഡാറ്റ സെറ്റ് S1 1 ആണ്, എന്നിട്ട് അതിന്റെയും കാണാം. അപ്പൊ നമ്മൾ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ അടുത്ത സ്ലൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, അവര് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ആദ്യം A1 = 1 കാണാം. ഇപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാണ് പ്രോബ്ലം. അപ്പൊ ഇതില് 1 ഉള്ളത് മാത്രം എഴുതിയെടുക്കാം. അപ്പൊ 3 1 ഉണ്ട്. ഇത് എഴുതാൻ പാടില്ല. അപ്പൊ ഈ 3 കേസിൽ എന്താണ് 1 1 0. അപ്പൊ ഇതൊരു x1 x2 x3 when A1 = 1. അപ്പൊ 1 1 1. ഔട്ട്പുട്ട് എന്തൊക്കെയാണ്? 1 1 0. ഇതൊരു ടേബിൾ നോക്കൂ, ഇതൊരു ടേബിൾ നമ്മൾ എഴുതിയത് തന്നെയല്ലേ, 1 1 1 1 1 1 0. ഇനി A1 0 എന്താണ്? അവിടെയും ലാസ്റ്റ് 3 0 ആയിരിക്കും. 3 0 കാണാം, 3 0 കാണാം, 3 0. എന്നിട്ട് അതിനനുസരിച്ച് ഔട്ട്പുട്ട് അവിടെ ആ ടേബിളിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അത് എഴുതിയെടുക്കുക. ഇനി നമ്മൾ ചിന്തിക്കുക, ഇനി പ്രോബ്ലം ചെയ്യാം. നമ്മുടെ ഇൻഫർമേഷൻ ഈ ഫോർമുല ഇല്ലേ, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എൻട്രോപ്പി കാണണം, ഇതിന് എൻട്രോപ്പി കാണണം, എന്നിട്ടാണ് ഗെയിൻ A1 ഗെയിൻ കണ്ടുപിടിക്കുന്നത്. നമ്മൾ A1 മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. A1 എത്ര വണ്ണുണ്ട്, എത്ര പ്രാവശ്യം വണ്ണുണ്ട്, എത്ര സാമ്പിൾസ് ഉണ്ട്. അതായത് 6 ഡാറ്റ സെറ്റിന് 2 ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞില്ലേ. അപ്പൊ 2 ഡിവൈഡ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. വീണ്ടും കംപ്ലീറ്റ് ഡാറ്റ സെറ്റിനെ 2 ഡിവൈഡ് ചെയ്തു. അതിൽ വീണ്ടും 1 ഉള്ളതും സീറോസ് മൊത്തം കൺസിഡർ ചെയ്യാം. ഇതിൽ മൊത്തം 1 എടുത്തു. അപ്പൊ സീറോസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് 3/3. അപ്പൊ അതില് നമ്മള് സോറി ഔട്ട്പുട്ട് ചെയ്യുക. ഇതില് എത്ര 1 ഉണ്ട്? ഈ 3 എത്ര 1 ഉണ്ട്? 2 1. അപ്പൊ 2/3 ആണ്. 2/3 log base to P1. അഗെയിൻ ഇതേ തന്നെ log base to 2/3 ആണ്, മൈനസ് P of 0. എത്ര 0 ഉണ്ട്? ഒരു 0 ഉള്ളൂ. എത്ര ടോട്ടൽ വാല്യൂസ് ഉണ്ട്? 3. സോ 1/3 അഗെയിൻ log base to 1/3. കാൽക്കുലേറ്റർ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, log base 10 2/3 കാണുക. ആദ്യം 2/3 കാണുക, എന്നിട്ട് അതിന്റെ log base to 10 log to the base 10 ആണ്, ഡിവൈഡ് ബൈ അഗെയിൻ log to the base 10 2 എന്നാണ് 2. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൺവേർട്ടഡ് ടു log base 2ലേക്ക് ആൻസർ കിട്ടും. എന്നിട്ട് ഈ ആൻസർ 2/3 കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഒരു മൈനസ് വാല്യൂ കിട്ടുക. ഈ മൈനസ് മൈനസും പ്ലസ് ആവും, ഇവിടെ മൈനസ് വരും, ഇവിടെയും പ്ലസ് ആവും. അങ്ങനെ 0.9183 കിട്ടും. എപ്പോ when A1 = 1. എപ്പോഴാ 1 ഉള്ളത് മാത്രം. അതായത് നോക്കൂ, ഇവിടെ തന്ന ക്വസ്റ്റ്യനിൽ A1 1 ഉള്ളത് മാത്രം എഴുതി. നമുക്ക് അതായത് നമുക്ക് ഇത് മാത്രം നമ്മൾ ഇപ്പൊ എഴുതിയിട്ടുള്ളൂ. ഇത് മാത്രം ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് A1 = 0 വരുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടും കൂടി എഴുതണം. അപ്പൊ അതിന്റെ ഔട്ട്പുട്ടും കൂടി എഴുതി. അപ്പോൾ നമ്മൾ അതിന്റെ എൻട്രോപ്പി കണ്ട അതിന്റെ എൻട്രോപ്പിയാണ് എന്ത് 0.91. എപ്പോ when S1 A1 = 1. ഇനി A1 = 0 വരുമ്പോ ഇവിടെ എത്ര 0 ഉണ്ട്? 2/0. അത് വിടും, അത് റൈറ്റ് സൈഡിൽ നമ്മൾ വരും. ഇവിടെ എത്ര 1 ഉണ്ട്? ഒരു വർഷം. മൊത്തം എത്ര വാല്യൂ ഉണ്ട്? 3. അപ്പൊ 1/3 ആണ്. 1/3 log base 2. ഇതിൽ എത്ര 0 ഉണ്ട്? 2 ഉണ്ട്. സോ 2/3 log base 2. അപ്പൊ ആക്ച്വലി ഇതിപ്പോ നേരെ തിരിഞ്ഞ് എഴുതി പോയതല്ലേ. അപ്പൊ എങ്ങനെ എഴുതിയാലും മൈനസ് മൈനസും എല്ലാം രണ്ടും. ഇവിടെ നോക്കൂ, ഇവിടെയും 2/3, ഇത് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് മൈനസ് വാല്യൂ കിട്ടിയതുകൊണ്ട് മൈനസ് മൈനസ് പ്ലസ് ആവും. ഇവിടെയും മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും. ഇവിടെയും മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും. എങ്ങനെയായാലും 2+3 = 3+2 അല്ലെ? എങ്ങനെ 2+3 നമുക്ക് 3+2 എഴുതല്ലോ. അപ്പൊ നമുക്ക് രണ്ടും സെയിം ആൻസർ കിട്ടും. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുക? അപ്പൊ A1 1 എഴുതി, A1 0 ഉണ്ട് കൺസിഡർ ചെയ്ത് എഴുതി.
A1 0 വരുന്നു കൺസിഡർ ചെയ്തു, A1 1 ഉള്ളതും കൺസിഡർ ചെയ്തു, എന്നിട്ട് അതിന്റെ എൻട്രോപ്പി കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കാം. അതിനുള്ള ഫോർമുല ആയിരിക്കും എപ്പോ ഇൻഫർമേഷൻ ഗെയിൻ ഏതിന്റെ, A1 കേസ് മാത്രം. ആ A1 ആണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്താണ് A1 ഈക്വൽ ടു 1 A1 ഈക്വൽ ടു 0. അതാ ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ആദ്യം ഹോൾ ഡേറ്റ സെറ്റ് എൻട്രോപ്പി കണ്ടുപിടിച്ചില്ലേ, എന്തായിരുന്നു 1 ആയിരുന്നു, മൈനസ് SA1 ഈക്വൽ ടു 1. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് A1ല് ആ എന്റെ ഡേറ്റ സെറ്റ് തന്നിട്ടില്ലേ, ഇപ്പൊ നോക്കൂ, ആ എന്റെ ഡേറ്റ സെറ്റ് നോക്കൂ, ഇതില് നമ്മള് എന്റെ ഡേറ്റ സെറ്റില് A1ന്റെ A1ൽ 1 എത്ര പ്രാവശ്യം വരുന്നുണ്ട്, 3 പ്രാവശ്യം വരുന്നുണ്ട്. അതുപോലെ എത്ര സീറോസ് ഉണ്ട്, 3 സീറോസ് ഉണ്ട്. അപ്പൊ 3/6 ചെയ്താലോ, അത് സീറോസും 3/6 ചെയ്താലോ. അതാണ് ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ ഗെയിൻ ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഈ 3/6 എങ്ങനെ വന്നു സാർ ചോദിച്ചു കഴിഞ്ഞാൽ, ആ മൊത്തം ടേബിളിൽ A1 1 ഉള്ളതൊക്കെ കൗണ്ട് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ബൈ 6 ഹോൾ ഡേറ്റ സെറ്റ്. അത് എത്ര ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു ഇപ്പൊ എൻട്രോപ്പി നമ്മൾ കണ്ടുപിടിച്ചു, ഏതായിരുന്നു എൻട്രോപ്പി കണ്ടുപിടിച്ചില്ലേ, A1 ഈക്വൽ ടു 1 വേണം. A1 ഈക്വൽ ടു 1 എത്ര വാല്യൂ, 0.9183. അതുപോലെ A1 0ല് മൊത്തം 6 3 1 ആണെങ്കിൽ ബാക്കി 3 എന്തായും 0 ആയിരിക്കും അല്ല, അപ്പൊ ബാക്കി 3 0. അപ്പൊ 3/6 again 3/6 ഇൻറ്റു വീണ്ടും എൻട്രോപ്പി സെയിം എൻട്രോപ്പി ആയിരിക്കും. സോ ഇത് നമ്മൾ രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, 3/6 ഇൻറ്റു ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇത് നമുക്ക് ഇക്വേഷൻ 1. എന്തുകൊണ്ടാണ് ഇക്വേഷൻ 1 എഴുതാൻ കാരണം, നമ്മൾ വേദിന്റെ കണ്ടുപിടിച്ചത് അത് പറയും. നമ്മൾ വേദിന്റെ ഇപ്പൊ കണ്ടുപിടിച്ചത് A1 ഇൻഫർമേഷൻ ഗെയിൻ A1. ഇനി എത്ര ആട്രിബ്യൂട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് എക്സാമിന് ചിലപ്പോ 15 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇരിക്കാം. ഒരു ക്വസ്റ്റ്യൻ 16-15 ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ 5 ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നും എന്ത് ചെയ്യുക, ഇക്വേഷൻ ഉണ്ടാക്കണം, ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കണം. A1ഉം A2ഉം A3ഉം A4ഉം A5ഉം അതിൽ ഇക്വേഷൻ നമ്പർ 1 എഴുതുക, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ നമ്മൾ പോയിന്റ് നോട്ട് ചെയ്തിരിക്കുക, നമ്മുടെ പോയിന്റ് 0.817 ഏത് A1ന്റെ കേസ്. A1ന്റെ ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറയുന്നത് ഗെയിൻ ഞാൻ എഴുതി വെച്ചു, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. കാരണം അടുത്ത പേജ് വീണ്ടും പേജ് തിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി S2ല് ഇനി A2 1 ഉള്ളത് മാത്രം എഴുതുക, 1 ഉള്ളത് മാത്രം എഴുതുക. അപ്പൊ വീണ്ടും നമ്മൾ ആ ടേബിളിലേക്ക് പോവാം, ആ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇനി നോക്കൂ, എന്താ A2ല് എത്ര 1 ഉണ്ട്, 4 1 ഉണ്ട്. അതിന്റെ എല്ലാ ഔട്ട്പുട്ടും എഴുതണം, കാരണം എല്ലാ ഔട്ട്പുട്ടും എഴുതണം. പക്ഷെ A2 1 ഉള്ളത് മാത്രം എഴുതാം. അതാണ് 1 1 1 1 1 0 1 0, അത് മാത്രം എഴുതാം. ഇത് മൊത്തം എഴുതാൻ പറ്റില്ല, കാരണം എന്താ, നമ്മൾ സെപ്പറേറ്റ് ചെയ്യില്ലേ. സോ A2 0 A2 ഇത് കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ A2 ഇത് കഴിഞ്ഞു. ഓക്കെ, A2 1 കണ്ട, ഇവിടത്തെ 4 1 ആണ് ഞാൻ പറഞ്ഞ ടേബിൾ. നിങ്ങൾ ആ പ്രോബ്ലം എപ്പോഴും പേപ്പർ കൈ വെക്കുക, എന്നിട്ട് നിങ്ങൾ അതിൽ നോക്കുക A2 1 ഉള്ളത് കൺസിഡർ ചെയ്യുക, അതിനനുസരിച്ച് ഔട്ട്പുട്ട് എഴുതുക, എന്നിട്ട് ബാക്കി താഴെയുള്ള 2 0 ഇടുക. ഇനി നമുക്ക് അതിന്റെ എൻട്രോപ്പി കാണാം. ഇവിടെ എത്ര 1 ഉണ്ട്, 4 1. അതില് എത്ര ഔട്ട്പുട്ട് ഉണ്ട്, എത്ര ഔട്ട്പുട്ട് ആണ് 1 ഉള്ളത്, 2 1. അപ്പൊ 2 ബൈ ഇത് എത്ര റോസ് ഉണ്ട്, 1 2 3 4. അപ്പൊ 2/4 2/4. എത്ര 0 ഉണ്ട്, 2 0. അഗെയിൻ 2/4. ഒന്നുമില്ല, ലോഗ് 2/4 കണ്ടില്ലേ, അതിന്റെ ലോഗും കാണണം, എന്നിട്ട് വീണ്ടും അതേ 2/4 ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും 0ന്റെ അഗെയിൻ 2/4 കാണുക, അതിന്റെ ലോഗ് ബേസ് കാണുക, എന്നിട്ട് അതിന് 1 കിട്ടും. അതിന് ആൻസർ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അതുപോലെ ഇവിടെ നോക്കൂ, ഏതാണ്, ഇതിലിപ്പോ നമുക്ക് 4 2 6 അല്ലേ, മൊത്തത്തിൽ 6 ഡാറ്റ സെറ്റിൽ ഏതാന്നുള്ളത്. അതില് A2 1 ഉള്ളത് 4നും A2 0 വരുന്ന കേസിൽ 2 ഉള്ളൂ. അപ്പൊ മൊത്തത്തിൽ 2ഉം
ഇതിൽ 1 വല്ല വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അതായത് ഈ ഈ ഒരു ഇക്വേഷൻ നമുക്ക് 0 ആയിട്ട് വരും. അപ്പൊ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ വെറും മൈനസ് മാത്രമേ ഉള്ളൂ. കണ്ടോ? മൈനസ്. നമുക്ക് മൈനസ് മാത്രമേ വരുന്നുള്ളൂ. അല്ല, സോറി, മൈനസ് അല്ല. ഇതിലിപ്പോ മൈനസ് അല്ല. ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ നിങ്ങൾ വൈഡ് മാത്രം നോക്കുക. നിങ്ങളിപ്പോ ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇതിലിപ്പോ എത്ര 0 ഉണ്ട്, എത്ര 1 ഉണ്ട്? ഒരു 0. എത്ര ഡാറ്റ സെറ്റ് ഉണ്ട്? അതായത് പാർഷ്യൽ ഡാറ്റ സെറ്റ്, അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ സെറ്റ് രണ്ടെണ്ണം. അപ്പൊ 1/2 1 എത്ര? 1/2. അല്ല, ഞാൻ വിചാരിച്ചു ഇതാണ് വിചാരിച്ചോ, സോറി. ഈ സൈഡ് നോക്കരുത്, y മാത്രം നോക്കാം. 1/2. 1/2. ഇത് ഈ 1/2 1 ഈ 1/2 ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചില എക്സാമ്പിളിൽ ചിലപ്പോൾ സീറോസ് 1 ആയിരിക്കും, ഇപ്പൊ 4 ഉണ്ടാവുക. പക്ഷെ 2 സീറോസ് ഉണ്ടാവും. അപ്പൊ 4/6. മറ്റു സീറോന്റെ കേസിൽ 2/6. എന്നിട്ട് 1/2 log base 2 1/2 ആണ്. ഇതും log base 2 ആണ്. നമുക്ക് 1 കിട്ടും. അപ്പൊ എന്താ നമുക്ക് എന്ത് ചെയ്തു? ഇതിന്റെ ഓരോന്നിന്റെ എൻട്രോപ്പി കണ്ടു. A2 1 ആകുന്ന കേസ് നോക്കി, A2 0 ആകുന്ന കേസും എൻട്രോപ്പി കണ്ടു. എന്ത് ചെയ്യുക? നമ്മുടെ പഴയ അതുപോലെ ഇൻഫർമേഷൻ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ മൊത്തം എൻട്രോപ്പി മൈനസ് ടോട്ടൽ A2. ആ ടേബിൾ നോക്കുക, വീണ്ടും എക്സാം നോക്കുക. ഇതിലിപ്പോ ഈ മൊത്തം 6 A2 1 ആവുന്ന കേസ് എത്രയാണ്? 4 അല്ലേ? 4 ഇപ്രാവശ്യം ഇത് നോക്കരുത്. എൻട്രോപ്പി കാണുമ്പോ ഈ ഔട്ട്പുട്ട് ആയിരിക്കും ചെക്ക് ചെയ്ത്. A2 എത്ര 1 ഉണ്ട്? 4 വർഷം. സോ അതാണ് 4/6 ഇൻറ്റു 1. 1 വന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. A2 1 ആകുന്ന കേസിലുള്ള എൻട്രോപ്പി എത്രയാണ്? A2 0 ആകുന്ന കേസ് എത്രയാണ് എൻട്രോപ്പി? 1. പക്ഷെ എത്ര സീറോസ് ഉണ്ട് മൊത്തത്തിൽ? A2 എത്ര സീറോസ് ഉണ്ട് ആ ടേബിളിൽ? മറ്റേ ഡിവൈഡ് ചെയ്യാത്തത് 2. അപ്പൊ 2/6. ഇത് രണ്ടും കൂടി പ്ലസ് ആണ് ചെയ്യേണ്ടത്. മറ്റത് എൻട്രോപ്പി എന്താ പറയാ, എൻട്രോപ്പി കാണുമ്പോഴാണ് എന്ത് ചെയ്തത്? മൈനസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ ഞാൻ എപ്പോഴും ആഡ് ചെയ്യേണ്ടത് അത് എൻട്രോപ്പി നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. എൻട്രോപ്പി എന്നാണ് സബ്ട്രാക്ട്. അപ്പൊ 4/6 × 1 പ്ലസ്. അപ്പൊ നമുക്ക് നോക്കൂ, ഇവിടെ 0. അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോ G of A1 equal to 0.0817. ഇനി ഗെയിൻ ഓഫ് A2 എത്രയായിരുന്നു? എത്രയാണ്? 0. അപ്പൊ 0 ആണോ വലുത് 0.0817? ഇതില് A1 ആണോ A2 ആണോ ഗെയിൻ കൂടുതൽ? നിങ്ങൾ പറയും. ഇപ്പൊ മനസ്സിലായോ? ഗെയിന് ഏതിനാണോ കൂടുതൽ അതാണ് ബെസ്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾ പറയൂ, A1 ആണോ A2 ആണോ? പറയൂ. Now you can tell me the answer. A1 അല്ലേ? ബിക്കോസ് A2 വാല്യൂ 0 ആണ്. 0 വലുതാണ് 0.0817. സോ നമുക്ക് അതിനെ from 1 and 2 we found that A1 give more information. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇനി നമുക്ക് ട്രീ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് A1 സെലക്ട് ചെയ്തല്ലോ അല്ലെ? അപ്പൊ നമുക്ക് A1 എന്ന് സെലക്ട് ചെയ്തു. അത് റൂട്ട് നോഡ്, പിന്നെ 1 0. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ആ മൊത്തം ടേബിളില്ലേ, നമ്മുടെ ആ ക്വസ്റ്റ്യൻ ഇല്ലേ ഇവിടെ ക്വസ്റ്റ്യൻ, ഇനി ഈ കോളം വേണ്ട. ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം എഴുതുമ്പോ അതായത് ഇപ്പൊ നമ്മൾ A1 2 ഡിവൈഡ് ചെയ്തു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ വീണ്ടും ഈ എന്റെ ഡാറ്റ സെറ്റ് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ A1 മാത്രം, ഇത് മാത്രം നീ കൺസിഡർ ചെയ്യണം. അതായത് ഈ ടേബിൾ എന്തായി മാറും? x1 x2 x3 x4 A1 ഈ ഒരു കോളം ഒഴിവാക്കാം. മൊത്തത്തിൽ 3 കോളം വരും. 4 കോളം വരും, 3 കോളം. നോക്കുക, 3 കോളം. അതിൽ വീണ്ടും എന്ത് ചെയ്യാ? സോറി, ഇതിൽ നിന്ന് നമുക്ക് A1 equal to 1 വരുന്നത് മാത്രം എടുക്കാം. A1 equal to 1 ഇത് ഒഴിവാക്കി ഞാൻ പറഞ്ഞില്ലേ, അതിൽ A2 വരുന്ന കേസാണ്. നോക്കൂ, അത് നമ്മൾ വീണ്ടും നോക്കാം. A1 1 ഉള്ളത് എടുക്കുക. ഇനി നമ്മൾ സെലക്ട് ചെയ്ത്
ഇത് നമ്മൾ സെലക്ട് ചെയ്തല്ലോ, A1 ആണ് ബെറ്റർ എന്നുള്ളത്. ഇനി A1 1 ഉള്ള കേസ് എടുക്കാം. ഏതാണ്? ഇതിലും 2 ഓപ്ഷൻ ഉണ്ട്, A1 1 A1 ആണ്. ഇതില് A2യുടെ ടേബിള് ആയിട്ട് ചെയ്താൽ മനസ്സിലായി. A2 എന്തൊക്കെയുണ്ട്? 1 1 0 0. നിങ്ങൾ ഇത് നോക്കരുത്, ഇത് മനസ്സിലായി. ഇപ്പൊ ഞാൻ ഇങ്ങനെ സ്ലൈഡ് മൊത്തം ടൈം എടുക്കണം, നമ്മൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് A1 ട്രീ വരച്ചു കഴിഞ്ഞു, A1 റൂട്ട് നോഡാണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇത് 1 ആണോ 0 ആണോ എന്ന് നമുക്കറിയാം. പക്ഷെ 1ലേക്ക് ഇവിടെ ലേബൽ A2 ആണോ നമ്മൾ നോക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മള് A1 1 കേസിൽ എന്താണ് A2 1 2 1 ഉണ്ട്, 0 ഉണ്ട്. അതിനനുസരിച്ച് ഔട്ട്പുട്ട് എഴുതാൻ ഞാൻ പറഞ്ഞു. ഇനി അതുപോലെ A1 നമ്മൾ ജസ്റ്റ് ടേബിൾ എഴുതിക്കും, വീണ്ടും ആ ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ഇത്രേ ഉള്ളൂ. നിങ്ങൾ അതൊക്കെ ആ ക്വസ്റ്റ്യൻ നോക്കി ചെയ്താൽ മതി. A1 0 കേസിൽ അതിന്റെ കറസ്പോണ്ട് ആയിട്ട് A2ന്റെ വാല്യൂ എഴുതുക. അത് x4 x5 x6 ആണ്. കാരണം ആദ്യത്തെ 3 A1 1 അല്ലേ, പിന്നെ x4 x5 x6 A1 അപ്പം 0. അതിന്റെ A2 y ഉം എഴുതുക. ഇനി നമ്മൾ അപ്പൊ എന്താണ്, ലെഫ്റ്റ് സൈഡും A2 എടുക്കുക, റൈറ്റ് സൈഡും A2 എടുക്കുക. അതായത് ഇത് A1 1 ഇത് A1 0. ഓക്കെ, A1 1 ഉള്ളൂ. അപ്പൊ രണ്ട് സൈഡും A2 വരയ്ക്കാം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കൂ, A2 നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും 1 റൈറ്റ് സൈഡിൽ 0 ആണ് ഞാൻ പറഞ്ഞു. അപ്പോ ഇവിടെ 1 വരുന്ന കേസിൽ വൈയുടെ വാല്യൂ എത്രയാണ്? 1. A2 0 ആവുമ്പോ, അതായത് ഏതിന്റെ കേസാണ്? A1 1 ആവുമ്പോ, അതായത് A1 1 ആവുമ്പോ കേട്ടോ, A1 1 ആവുമ്പോ A2 മനസ്സിലായോ? അതുപോലെ A1 0 ആവുമ്പോ A2. ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ആ രണ്ട് ആട്രിബ്യൂട്ടുള്ളൂ, അതുകൊണ്ട് A2 വേണം. ഇനി A2 1 ആകുന്ന കേസ്, അതായത് A2 1 ആകുന്ന കേസ്, അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? 1. 1 എങ്ങനെ കിട്ടി മനസ്സിലായോ? അതായത് ഇത് ഏത് ബ്രാഞ്ച് ആണ്? ലെഫ്റ്റ് ബ്രാഞ്ച്, അതായത് 1ന്റെ ബ്രാഞ്ച്. അതായത് A1 ഈക്വൽ ടു 1. അത് ഏത് ടേബിൾ ആണ്? ഈ ടേബിൾ. ഇതില് A2 1 നോക്കൂ, A2 1 ആവുമ്പോ y 1, ഇതിലും 1 ആവുമ്പോ 1. പക്ഷെ A2 0 ആവുമ്പോ എന്താണ്? y 0. അപ്പൊ അതിൽ നമുക്ക് രണ്ട് ബ്രാഞ്ച് കിട്ടിയില്ലേ? അതാണ് A2 1 ആവുമ്പോ ഔട്ട്പുട്ട് 1, A2 0 ആവുമ്പോ 0. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ, അതായത് A1 0 ആവുന്ന കേസ്, അതായത് ഈ ടേബിൾ കൺസിഡർ ചെയ്യും. അതില് A2യുടെ വാല്യൂ നോക്കൂ, ഒന്ന് ക്ലിയർ ചെയ്യാം. അതിൽ A2യുടെ വാല്യൂ നോക്കൂ, A2 0 ആവുമ്പോ y 1 ആവും. പക്ഷെ A2 1 ആവുമ്പോ എന്താണ്? 0 ആണ്. അത് when A2 equal to 0. അപ്പൊ അത് റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ? റൈറ്റ് സൈഡ്. അവിടെ എന്ത് വേണം? 1. ലെഫ്റ്റ് സൈഡിൽ 1, അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? 0. കാര്യപ്പെട്ടി കിട്ടിയോ? അപ്പൊ ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഡിസിഷൻ ട്രീ വരയ്ക്കുന്നത്? റൂട്ട് നോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഫർമേഷൻ കണ്ടുപിടിക്കുന്നത്. അതിൽ നിന്നും രണ്ട് ആട്രിബ്യൂട്ട് തന്നിട്ടുണ്ട്, രണ്ട് ഇൻഫർമേഷൻ കണ്ടുപിടിക്കാം, കണ്ടുപിടിക്കാം. അതില് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ചെയ്യാൻ ആർക്കാണോ അവരാണ് റൂട്ട് നോഡ്. അപ്പൊ ഇവിടെ നമുക്ക് A1 0.081 സംതിങ് കിട്ടി, A2ന്റെ ഇൻഫർമേഷൻ 0 കിട്ടി. സോ നമ്മൾ അതുകൊണ്ട് A1 റൂട്ട് നോഡ് ആക്കി. ഇനി നമുക്ക് ആ തന്ന ക്വസ്റ്റ്യൻസ് A1 1 ഉള്ള കേസ് എടുക്കുക, A1 0 ഉള്ള കേസ് എടുക്കുക. എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ ഏതൊക്കെയാണ്? A2 ഉണ്ട്, y ഉണ്ട്. അതൊരു ടേബിൾ ആയിട്ട് എഴുതുക. A1 0 ആയിട്ട് ഒരു ടേബിൾ എഴുതുക. എന്നിട്ട് നമുക്ക് അറിയാം ലെഫ്റ്റ് സൈഡ് എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 1 റൈറ്റ് സൈഡിൽ 0 വയ്ക്കാം. അതായത് A1 1 ഉള്ള കേസ് എടുക്കുക, അതായത് ഈ ടേബിൾ എടുക്കുക. ഇതില് A2 കമ്പയർ A2 and y. ഇനി നമുക്ക് ഇതിന്റെ ലേബൽ, അതായത് എന്താ പറയാ, സബ് ട്രീ അല്ലെ ഇന്ത്യൻ നോഡിന്റെ ലേബിൾ ഏതാണ്? A1 ഓൾറെഡി കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും? A2 എന്നായിരിക്കും. വീണ്ടും ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? 1 റൈറ്റ് സൈഡ് 0. അതായത് when A1 equal to 1, A2 1 ഉള്ള കേസ് മാത്രം കൺസിഡർ ചെയ്യും. അതിന് ഔട്ട്പുട്ട് എന്താണ്? 1. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? 1. when A2 equal to 0 എന്താണ്? y equal to 0. അതായത് വ്യത്യാസം വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും ഇനി നിങ്ങൾ ചിലപ്പോൾ സംശയം, സാർ ചിലപ്പോൾ ഇവിടെ A2 0 എടുത്തിട്ട് y 1 ആണെങ്കിൽ എന്താ
ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കില്ല, 1 ആയിരിക്കില്ല. ഇനി നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ, സാർ 1 1 വന്നു, പക്ഷെ ഇവിടെ വൈയും y0 1 വന്ന് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഡിവൈഡ് ചെയ്യുക. അതാണ് ഞാൻ തേർഡ് പ്രോബ്ലം. ഇനി ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. അതിന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കേസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, എടാ a2 0 ആകുമ്പോൾ y1 ആയി. പക്ഷെ അത് ഒരു 0 ആയതുകൊണ്ടാണ്. പക്ഷെ ഇവിടെയും 0 ആയിട്ടു, പക്ഷെ ഇവിടെ 1, പക്ഷെ ഇവിടെ 0 ആണെങ്കിൽ y മാറിക്കൊണ്ടിരിക്കല്ലേ? അത് a2നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. y is not depending on a2. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യണം. വീണ്ടും അതിന്റെ ഇൻഫർമേഷൻ കാണണം. അപ്പൊ നമ്മള് ഇതാണ് എന്റെ ഡിസിഷൻ ട്രീ. ഓക്കെ, ഇനി നമ്മള് ഇത് കഴിഞ്ഞു. ഇനി പ്രൂണിങ്. അപ്പൊ ആ പ്രോബ്ലത്തിന്റെ ഏകദേശം കഴിഞ്ഞു. ഈ പ്രൂണിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അൺനെസറി നോഡിനെ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ടാർഗറ്റ് എന്താ പറയുക, ടാർഗറ്റ് എത്താത്ത ഒരു ബ്രാഞ്ച് ആയിരിക്കും. അപ്പൊ ഇന്നലെ നമുക്ക് എന്ത് ചെയ്തു? കുറെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം, അൺനെസറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ട്രീ വളരെ സിമ്പിളായി മാറും. സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? പ്രൂണിങ്. അതിന് 2 ടൈപ്പ് ഓഫ് പ്രൂണിങ് ഉണ്ട്. പോസ്റ്റ് കോംപ്ലക്സിറ്റി പ്രൂണിങ് ഉണ്ട്, റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് ഉണ്ട്. അതിനത്ര ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി ഡിസിഷന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഹ്യൂമൻ ഫോളോ, അതായത് ഹ്യൂമൻ എന്ത് ഡിസിഷൻ എടുക്കുന്നു, റിയൽ ലൈഫിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു, അതിലൊരു ഡിസിഷൻ എടുത്തു, അത് കറക്റ്റ് ആണോ റോങ് ആണെന്ന് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡിസിഷൻ ട്രീ യൂസ് ചെയ്യുന്നത്. അത് മനുഷ്യന് റിയലി ഹെൽപ്ഫുൾ ആണ്. സോ അത് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസിന് ബെസ്റ്റ് ആയിട്ട് സൂട്ടബിൾ ആണ് ഈ ഡിസിഷൻ ട്രീ. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഓൾ ദ പോസിബിൾ, എല്ലാ ഔട്ടും, ഒരു പ്രോബ്ലത്തിന്റെ എല്ലാ ഔട്ടും. നമ്മളൊരു പ്രോബ്ലം വന്നു, ഇപ്പൊ നമ്മുടെ കോളേജിൽ ഒരു പ്രോബ്ലം വന്നു. ഈ പ്രോബ്ലത്തിന് പല ഔട്ട്കംസ് വരാം. ഈ പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഫേസ് ചെയ്യാം, അങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. ഇപ്പോൾ ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ കൊറോണ വന്നുകൊണ്ട് നമുക്ക് എന്താ പറയാ, മാസ്ക് വെക്കണം. മാസ്ക് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വരില്ല പറയോ? ഇല്ല, പറയാൻ പറ്റില്ല. വീണ്ടും സാനിറ്റൈസർ. ഇനി അടുത്ത ആൾക്കാർ ഒരു കൊറോണ, ഇപ്പൊ ഒരാൾ അടുത്ത് കൊറോണ ഉള്ള ആൾ ഉണ്ടായത് നമ്മൾ അവരായിട്ട് നമ്മൾ കമ്പനി കൂടുക, ഇപ്പോഴും നമുക്ക് പറയും കൊറോണ വരുമോ? അപ്പോ അങ്ങനെ പല പോസിബിൾ ഔട്ട്കംസ് ഒരു പ്രോബ്ലത്തിന് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് ആയിട്ടുള്ള സൂട്ടബിൾ ഡിസിഷനെ സെലക്ട് ചെയ്യാൻ പറ്റും, നമ്മളെ സഹായിക്കും. അതാണ് ഡിസിഷൻ ട്രീ കൊണ്ടുള്ള ഒരു ഉപയോഗം. ദർ ഇസ് ലെസ് റിക്വയർമെന്റ് ഓഫ് ഡാറ്റ ക്ലീനിങ്. അതുകൊണ്ട് അത്ര ഡാറ്റ ക്ലീനിങ്, അതായത് ഡാറ്റ എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. ബെസ്റ്റ് ആയിട്ടുള്ള ഡാറ്റനെ സെലക്ട് ചെയ്ത് കാണിച്ചു തരും ഡിസിഷൻ ട്രീ വരയ്ക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അത്ര കോംപ്ലിക്കേറ്റഡ് ഡിസിഷൻ ആയിരിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നമ്മള് ഡ്രോബാക്ക് ഒരൊറ്റ ഡ്രോബാക്ക് ഉള്ളൂ, ഓവർ ഫിറ്റിംഗ് ഇഷ്യൂ വരാം. അതെന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ഇപ്പോ ഏകദേശം ഒരു 51, 52, 53 മിനിറ്റ് ആയി. അപ്പൊ ഒരു ക്ലാസ് കൂടി എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓവർ ഫിറ്റിംഗ്, അപ്പൊ നമുക്ക് ഓവർ ഫിറ്റിംഗ് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. കാരണം ഓവർ ഫിറ്റിങ്ങിനോടി ഇപ്പോൾ എത്ര 38 സ്ലൈഡ്. അപ്പോൾ അടുത്ത സെഷനോടി ഞാൻ തീർക്കാം. ഓക്കെ, അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്, രാകേഷ് സാർ, ബൈ.